ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നുള്ളത് തിരൂർ ബോയ്സ് സ്കൂളിലാട്ടോ. ഇവിടെ സ്പെഷ്യൽ കുട്ടികളുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. കണ്ണുണ്ട്, കാതുണ്ട്, കേൾക്കാനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. അതിലേക്ക് ഓരോന്ന് കുറവുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനത്തെ കുറച്ച് കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയും കാര്യങ്ങളും നമ്മൾ കാണാൻ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂർ ബോയ്സ് സ്കൂളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, തീർച്ചയായിട്ടും ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ നവംബർ മാസം 27, 28, 29 തീയതികളിൽ നമ്മളുടെ ഈ തിരൂർ ബോയ്സ് സ്കൂൾ മുഖ്യ വേദിയായി നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം അതിൻ്റെ 26ാമത് എഡിഷനാണ്. 108 ഇനങ്ങളായിട്ടാണ് ഈ 3 ദിവസങ്ങളിൽ മത്സരം നടക്കുന്നത്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ആയതുകൊണ്ട് നമ്മൾ 3 വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇതിനകത്ത് മത്സരിക്കുന്നത്. മെന്റലി ചലഞ്ചർ MC കാറ്റഗറി, ശ്രവണ പരിമിതർ അതായത് HI കാറ്റഗറി, കാഴ്ചശേഷിയുടെ പരിമിതിയുള്ളവർ അതായത് VI വിഷ്വലി ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾ, ഇങ്ങനെ 3 വിഭാഗത്തിലാണ് നടക്കുന്നത്. ഇതിൽ 27-ാം തീയതി മെന്റലി ചലഞ്ചർ കുട്ടികളുടെ മത്സരങ്ങൾ പൂർണ്ണമായിട്ട് നടന്നിട്ടുണ്ട്. ഇന്നും നാളെയുമായിട്ട് ബാക്കി 2 കാറ്റഗറി HI VI കാറ്റഗറിയുടെ മത്സരങ്ങളാണ് നടക്കുന്നത്. നമ്മളിവിടെ ഇത്തരത്തിൽ ഈ മത്സരം നടത്തുന്നതിനായിട്ട് വലിയ വിപുലമായിട്ടുള്ള ക്രമീകരണമാണ് നടന്നത്. ഏതാണ്ട് 17 സബ് കമ്മിറ്റികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 11ഓളം വേദികളുണ്ട്. തിരൂർ ബോയ്സ് സ്കൂള് തന്നെയാണ് മുഖ്യവേദി. ഇതിന്റെ സംഘടനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിവിധ കമ്മിറ്റികൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചില കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുണ്ട്, താമസം കൊടുക്കുന്ന അക്കോമഡേഷൻ കമ്മിറ്റിയുണ്ട്, വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന ഫുഡ് കമ്മിറ്റിയുണ്ട്. ഫുഡ് കമ്മിറ്റിയിൽ നമുക്ക് രാവിലെ പ്രഭാത ഭക്ഷണം, രാവിലത്തെ ചായ, ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ ചായ, അതുപോലെ തന്നെ അത്താഴം, ഈ ഒരു ഭക്ഷണക്രമമാണ് നമ്മളിവിടെ പാലിച്ചിട്ടുള്ളത്. ഏതാണ്ട് 3030 അധികം കുട്ടികളാണ് നമ്മളുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ അത് സൂചിപ്പിച്ച 108 ഇനങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. നമുക്ക് മറ്റ് സഹായ സംവിധാനങ്ങളായിട്ടുള്ള പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, അതുപോലെ ആരോഗ്യ വകുപ്പിൻ്റെ സഹായം, മറ്റ് സ്വകാര്യ ആശുപത്രികൾ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള വിവിധങ്ങളായിട്ട് വോളണ്ടറി സംഘടനകൾ അവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സമഗ്ര ശിക്ഷ ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളുടെ കീഴിലുള്ള റിസോഴ്സ് അധ്യാപകർ. അപ്പം അത്തരത്തിൽ നമുക്ക് നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയാണ് നമ്മൾ ഈ മത്സരം നടത്തി വരുന്നത്. എല്ലാവരിൽ നിന്നും വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട്. ഓഡിയൻസും വളരെ വലിയൊരു ഓഡിയൻസും നമ്മളുടെ ഈ ഒരു പരിപാടി കാണാൻ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയുകയാണ്. സംസ്ഥാന സ്പെഷ്യൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതായത് വരുന്ന വിദ്യാർത്ഥികൾക്കും എസ്കോർട്ടിംഗ് സ്റ്റാഫിന്, രക്ഷിതാക്കൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവാത്ത രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ്. അവിടെ വരുന്ന സമയത്ത് തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ, അതേപോലെ തന്നെ വരുന്ന ആളുകൾക്ക് സ്റ്റേജ് കണ്ടുപിടിക്കാൻ അതിനെല്ലാ സൗകര്യങ്ങളുണ്ട്. തിരൂർ പോലീസിനെ കൂടാതെ മലപ്പുറം കൺട്രോൾ റൂമിൽ നിന്നുള്ള പോലീസുണ്ട്. അതുകൂടാതെ സ്ത്രീകളെയും പെൺകുട്ടികളുടെയും കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന പിങ്ക് പോലീസ്, അത്തരം തീർത്തും നല്ല രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് തിരൂർ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. സ്പെഷ്യൽ കുട്ടികളെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ബോയ്സ് സ്കൂളിൽ വന്നപ്പോൾ 2 സംസാരിക്കാൻ ഭിന്നശേഷി കുറച്ച് കുറവുള്ള ആൾക്കാർ സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടായിരുന്നു. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരൂരിലാണ് പരിപാടി. കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ എല്ലാ കേരളത്തിലെ മലപ്പുറം ജില്ല എല്ലാ സ്കൂളുടെ പരിപാടിക്കുണ്ട്. കാണാൻ വേണ്ടി ഇഷ്ടമുള്ള ആൾക്കാർ പരിപാടിക്ക് വരികയാണ്. അപ്പൊ ഇവര് പറഞ്ഞെന്ന് വെച്ചാല് ബോയ്സ് സ്കൂൾ തിരൂരില് കലോത്സവം നടക്കുന്നുണ്ട്, സ്പെഷ്യൽ കുട്ടികളെ. അപ്പൊ കാണാൻ താല്പര്യമുള്ള എന്തായാലും വരിക. PHSS ഫോർ ദ ഡെഫ് ജഗതി തിരുവനന്തപുരം സർക്കാർ സ്കൂൾ. ഇവര് എങ്ങനെയാണ്? ഒപ്പന മാത്രമേ ഉള്ളൂ? ഇവര് ഞങ്ങള് സ്കൂളിൽ നിന്ന് എല്ലാ ഐറ്റങ്ങൾക്കും 10 ഐറ്റമാണ് ഇവിടെ ഉള്ളത്. 10 ഐറ്റത്തിനും പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ഇവർക്ക് കേൾവി പരിമിതരാണെങ്കിലും ഇവര് എല്ലാ കാര്യങ്ങളിലും കലാപരമായി വളരെ മികവുള്ള കുട്ടികളാണ്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും മത്സരങ്ങളിൽ
ഇവർ എല്ലാ വർഷവും മത്സരങ്ങളിൽ എ ഗ്രേഡും സമ്മാനങ്ങളും വാങ്ങുന്ന കുട്ടികൾ തന്നെയാണ്. നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ? ഇന്ന് രാവിലെ 3:20 ട്രെയിന് തിരൂര് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്നലെ വൈകിട്ട് 6:40 പുറപ്പെട്ടു. നമ്മുടെ ഭക്ഷണശാലയിലെ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഭക്ഷണം രാവിലത്തെ മാത്രമേ കഴിച്ചുള്ളൂ. പുട്ടും കടലയും ഉഷാറായിരുന്നു. ഇന്നാണ് എത്തിയത്. ഇന്ന് രാവിലെ എത്തി. ഇനി മത്സരം നാളെ ഉണ്ടോ? നാളെയുണ്ട്. ഇവിടെ താമസമാണോ? താമസം ഞങ്ങള് രാവിലെ NSSന്റെ സ്കൂളിലാണ് താമസിച്ചത്. നേരത്തെ തന്നെ കുറച്ച് റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആരാണ് ഈ ഒപ്പന പഠിപ്പിച്ചു കൊടുത്തത്? ഒപ്പന പഠിപ്പിച്ചു കൊടുത്ത സന്ധ്യ ടീച്ചറാണ്, മിഡിൽ ഇരിക്കുന്ന ടീച്ചർ. ഞങ്ങൾ 1 മാസത്തെ കൂടുതലായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ വർക്ക് എക്സ്പീരിയൻസിന്റെ പരിപാടികൾ ഉണ്ടായിരുന്നു, ഇൻക്ലൂസീവ് സ്കൂൾസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ചയായിട്ട് പ്രാക്ടീസ്. എങ്ങനെ കുട്ടികൾ ആക്റ്റീവാണോ? നല്ല ആക്റ്റീവാണ്. അവർക്ക് ബേസ് ഇല്ലാത്ത കുട്ടികളാണ്. ഈ ഡാൻസിന്റെ ഒരു ബേസും ഇല്ലാത്ത കുട്ടികളാണ്. സാധാരണ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. പക്ഷെ അത് പഠിപ്പിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പഠിപ്പിച്ചെടുക്കലാണ് ബുദ്ധിമുട്ട്. അതാണ് നമുക്ക് ഇവർക്ക് കേൾവി ശക്തി കുറവായതുകൊണ്ട് ഈ പാട്ടിനനുസരിച്ച് എങ്ങനെയാണ് താളം പിടിക്കുന്നത്? അത് നമ്മൾ ഓരോ സ്റ്റെപ്പും ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മൾ സൈൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അവർക്ക് പെട്ടെന്ന് അത് ഓർമ്മ പിടിക്കൂലേ? എല്ലാവരും സംസാരിക്കും. ഇവരാരും സംസാരം ഇല്ല. പേരെന്തായിരുന്നു? അഭിമന. ഇത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പഠിപ്പിച്ച ടീച്ചർ എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പറാണല്ലേ? ഓക്കെ. തിരൂര് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ സ്റ്റാൻഡ് ബൈ ഉണ്ട് ഇവിടെ. നാളെ ഫൈനലാണ്. നാളത്തോടെ തീരുള്ളൂ. ഈ ചുറ്റുപാടുള്ള ഏരിയകൾ നമ്മളുടെ കിച്ചൺ ഏരിയ, ബാക്കിയുള്ള അപകടകരമായിട്ടുള്ള ഏരിയയിലെല്ലാം നമ്മൾ സറൗണ്ടിങ് നടക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇരിക്കുന്നത്. എല്ലാ രക്ഷിതാക്കളും ബാക്കിയുള്ള സ്കൂളിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാം അതിൻ്റേതായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സ് തിരൂർ യൂണിറ്റിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഞാൻ ഡിസേബിൾഡ് ആയ ഒരു കുട്ടിയുടെ പേരൻ്റാണ്. പിന്നെ അതുപോലെ വോയിസ് ഓഫ് ഡിസബിലിറ്റിയിൽ ഒരു ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നലെ കലാപരിപാടിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നും നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ അതൊരു വലിയൊരു ഇതല്ല. പിന്നെ TDRFലൊരു അംഗം കൂടിയാണ്. ഇതിൻ്റെ മെയിൻ ആളാണ്. ഞാൻ 29 വർഷമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് നടക്കുക. ഞാൻ ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒരു വൃദ്ധസദന ആശ്രയം അവിടെ എല്ലാം പോകുന്നുണ്ട്. പിന്നെ TDRFൽ വനിതാ കോർഡിനേറ്ററാണ്. ഇന്നൊക്കെ 3 ദിവസമായി റെയിൽവേയിൽ ഞങ്ങൾ ഈ കുട്ടികളെ ഭിന്നശേഷി കുട്ടികൾ ട്രെയിനിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഞങ്ങൾ 3 ദിവസമായി നിൽക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാം നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. നമ്മളെ മക്കള് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളല്ല. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമ്മൾ നല്ല സജീവമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇത്രയൊക്കെ തന്നെയാണ്. നാളെയും കൂടെ ഇതിലെ പരിപാടി അവസാനിക്കും. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. സ്കൂൾ കലോത്സവം മലപ്പുറം, കേരള, മലപ്പുറം, തിരൂര്, കേരളത്തിലെ മൊത്തം സ്കൂൾ പരിപാടി മലപ്പുറം ജില്ല. എനിക്ക് കാണാൻ വരുന്നില്ല, താല്പര്യം. 26ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തിരൂർ ബോയ്സ് സ്കൂളിൽ വെച്ച് നടക്കുക കേട്ടോ. അപ്പൊ 27, 28, 29 തീയതികളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിഷ്വലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക.